എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടർന്നു പോകേണ്ടത്, എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയം ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. ആർട്ട് ഓഫ് ലിവിങ് എന്നതിനേക്കാൾ ആർട്ട് ഓഫ് ഡൈയിങ് ശ്രേയസ്കരമാണ്. ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും പഠിക്കേണ്ടത് മസ്തിഷ്കമെല്ലാം തന്നെ മരവിപ്പിച്ച് ബോധമില്ലാത്ത രീതിയിൽ ജീവിച്ച് ലക്ഷ്യമെല്ലാം തന്നെ താറുമാറായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെ മരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു അവകാശമുള്ള വ്യക്തി ആ മരണത്തെ നിശ്ചയിക്കണം. എങ്ങനെ? ഇന്നിപ്പോൾ ഉച്ചയ്ക്കും ഇന്നലെയുമായിട്ട് നമ്മൾ കണ്ട മോഹൻലാലിന്റെ അമ്മയുടെ മരണം ഒരുപക്ഷെ തന്റെ മകന്റെ പ്രാഗൽഭ്യം കൊണ്ടായിരിക്കും അത്രമാത്രം ആദരവ് മരിച്ചു കിടക്കുന്ന വനിതാരത്നത്തിന് കിട്ടിയതെങ്കിൽ കൂടി അങ്ങനെ മരിക്കുമ്പോൾ കാണുന്ന ഒരവസ്ഥ ജീവിതം ധന്യമാകുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ജീവിച്ചു 90 വയസ്സ് വരെ കഴിഞ്ഞു, എന്നിട്ട് ജന്തുക്കളുടെ കൂട്ട് ജീവിച്ചു, ആർക്കും ഒരു ഗുണം കിട്ടാതെ എന്നുള്ള മട്ടിൽ ആകരുത് എന്നൊരു നിർദ്ദേശമാണ് സജീവൻ അവർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർത്തി തന്നത്. ആരും അങ്ങനെ ആകാറില്ല. ചെറുപ്പകാലത്ത് കഷ്ടപ്പാട് സഹിച്ചിട്ട് മുതിർന്നു വന്നവരെല്ലാവരും തന്നെ ആരെയും സഹായിക്കാത്ത ദ്രോഹികളാകുന്ന രംഗമാണ് പലപ്പോഴും കാണുക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു എലിജി ഞാൻ പഠിച്ചു ഓർക്കുന്നുണ്ട്. ചർച്ചയാട് അല്ലെങ്കിൽ ഈ പള്ളിമുറ്റത്ത് എഴുതപ്പെട്ട ഒരു എലിജി, ഒരു വിലാപകാവ്യം പോലെയാണ് അതിന്റെ ഘടന. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഉണ്ടതായിട്ട് ഗണിക്കും. ചിന്തിച്ചു നോക്കുക പ്രയോഗം. ഞാൻ ഉണ്ടുകൊണ്ട്, ഞാൻ ആഹാരം കഴിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും സുഭിക്ഷമായ ആഹാരം കഴിച്ചു എന്ന് സങ്കല്പിക്കുമെന്ന്. ഞാൻ ഉടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നഗ്നത മറച്ചുവെന്നും അക്കൂട്ടത്തിൽ. വളരെ പയസ്മാൻ. നിത്യവും പള്ളിയിൽ പോയി എല്ലാ ആരാധനകളിലും പങ്കെടുക്കുന്ന വ്യക്തിത്വം സ്വാർത്ഥമതി എന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് മറ്റുള്ളവർക്ക് അത് കൊടുത്തു എന്ന് വെറുതെ മനപ്പായസം കിട്ടുന്ന രീതിയിൽ കൊടുക്കാതെ കൊടുത്തു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം 10ാം തരത്തിൽ പഠിക്കുമ്പോൾ വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിയത് ഓർക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് എൻ്റെ അയൽക്കാരൻ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ കൂടുതൽ ആദരവ് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ബഹുമാനിതരാകുന്നു എന്നുള്ള സത്യം. അതുപോലെ തന്നെയാണ് അടുത്ത ആ വ്യക്തിത്വം. 1980 കാലഘട്ടത്തിൽ പെരുവാരത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന ഒരു 7 കൊല്ലക്കാലം. ആ സമയത്ത് ജയന്തമംഗലം ഉണ്ണികൃഷ്ണ മാരാർ എന്ന് പറയുന്ന, ഇന്നിപ്പോൾ അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ എല്ലാം തന്നെ ആശാനായിട്ട് ഇന്ന് പ്രാഗൽഭ്യം തന്റെ ചെണ്ട വായിക്കുന്നതിൽ നിന്ന് കാണിച്ചു തന്ന ചെണ്ട വായിക്കുകയാണ്, കൊട്ടുകയല്ല. അങ്ങനെ എല്ലാ തരത്തിലും തന്റേതായിട്ടുള്ള പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച ചേരാലു ശങ്കരൻകുട്ടിമാരാർ വളരെയേറെ വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ആ ചെണ്ടമേലുള്ള അഭ്യാസം, തന്റെ കരവീതത് അനായാസേന ആ കോലെല്ലാം തന്നെ ചെണ്ടയുടെ മുകളിൽ കിടന്ന് ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ഒരു താളപ്രപഞ്ചം, അത് വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നു. സിദ്ധനാണ്. അപ്പോൾ പല പല സിദ്ധികളുള്ള കൂട്ടത്തിൽ 2 പേരെ നമ്മൾ കണ്ടത്, 2 പേരും സിദ്ധന്മാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സിദ്ധി എന്ന് പറയുന്ന നേട്ടം, നന്മ, മേന്മ നമ്മൾ എല്ലാവരും തന്നെ അവരവരുടെ ജീവിതം കൊണ്ട് നേടേണ്ടതാണ്. പലപ്പോഴും നമുക്ക് സിദ്ധികൾ ഉണ്ടാകുന്ന തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് സിദ്ധി എന്ന് കരുതും. അതൊന്നുമല്ല. സിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന നേട്ടങ്ങളാണ്. സിദ്ധമായത് എന്നുള്ള രീതിയിലാണ് സിദ്ധി. ഗണപതിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരുപുറവും ബുദ്ധി, സിദ്ധി എന്ന് പറയുന്ന 2 ദേവിമാരാണ് ഭാര്യമാരായിട്ട് വരുന്നത്. ബുദ്ധിയിലൂടെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ കിട്ടുന്ന സിദ്ധി. 2 ഭാര്യമാരായിട്ട് ഇരുപുറവും ഗണപതിയെ അലങ്കരിക്കുമ്പോൾ നാം അവിടെയും പഠിക്കുന്ന സിദ്ധി എന്ന് പറയുന്നത് ഒരു ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു സംഗതിയാണ്. ആർട്ട് ഓഫ് ഡൈയിങ്. മരിക്കുന്ന വേളയിൽ 100 കണക്കിന് അതിസുന്ദരങ്ങളായിട്ടുള്ള റീത്തുകൾ വന്ന് ആ മൃതശരീരത്തിൽ വീഴുമ്പോൾ പക്ഷേ മരിച്ചു കിടക്കുന്ന ആൾക്ക് കാണാൻ യോഗമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ആദരവ്, അതാണ് വാസ്തവത്തിൽ ആർട്ട് ഓഫ് ഡൈയിങ്. അത് ശിവയോഗ. ഇവിടെ നമ്മൾ ശിവക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന സമ്പ്രദായം ശ്രീ രവിശങ്കറിൻ്റെത്. ജീവിതം ധന്യമാക്കാനായിട്ട് ആഹാരങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ച് യോഗസാധനയെല്ലാം തന്നെ ചിട്ടപ്പെടുത്തി
യമനിയമാദികളിലൂടെ പ്രാണായാമമെല്ലാം തന്നെ ചെയ്ത് സുദർശനക്രിയയും മറ്റും അഭ്യസിച്ച് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ നമ്മൾ കണ്ടെത്തുന്ന ഈ ആർട്ട് ഓഫ് ഡൈ, മരണത്തെ പുൽകാനായിട്ട് അവസാന വേളയെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആർട്ട് ഓഫ് ഡൈ നമ്മൾ ജീവിക്കുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും. ആഹാരാധികാരങ്ങളെല്ലാം തന്നെ വളരെയേറെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ശമതമങ്ങൾ എന്ന് പറയുന്ന യമനിയമങ്ങൾ എന്ന് പറയുന്ന ജീവിതത്തിലെ ചിട്ടവട്ടങ്ങൾ, ഒരു പ്രത്യേക സിസ്റ്റം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന അഭൂതപൂർവമായിരിക്കുന്ന അന്ത്യം, ജീവിതാന്ത്യം, അതാണ് ആർട്ട് ഓഫ് ഡൈ. അത് ശിവന്റെ യോഗ എന്ന് പറയും. കാരണം നമ്മുടെ ശിവപെരുമാൾ നമ്മൾ അറിയുന്നില്ല. നേർക്കോട്ടപ്പനായിട്ട് അവിടെ, തിരുവാലൂർ ദേവരായിട്ട് ഇവിടെ, അക്കൂട്ടത്തിൽ ഇവിടെ നേർക്കോട്ടപ്പനെ പോലെയും തിരുവാലൂർ ദേവരെ പോലെയും കോട്ടപ്പുറത്ത് ദേവരായിട്ട് ഇടയ്ക്കും വർത്തിക്കുന്ന ആ ശിവചൈതന്യത്തെ വേണ്ട രീതിയിൽ ഉപാസിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് ആർട്ട് ഓഫ് ഡൈയിങ് എന്ന് പറയുന്ന പ്രക്രിയ, അത്തരത്തിലുള്ള പ്രതിഭാസമോ അത്തരത്തിലുള്ള പ്രത്യേക പ്രസ്ഥാനമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്ന് പറയുമ്പോൾ മരിച്ചിട്ടും മരിച്ചില്ല എന്നുള്ള മട്ടിൽ ഈ വെന്റിലേറ്ററിൽ കിടത്തിക്കൊണ്ട് സ്വന്തക്കാർ വരുന്നവരെ ശവത്തെ കാത്തു സൂക്ഷിച്ച് അത്തരത്തിൽ മരിക്കുന്ന രീതി വിട്ടിട്ട് എല്ലാവരെയും കണ്ട് സുസ്മേരവതനായിട്ട് അവരോട് യാത്ര ചൊല്ലി ശരീരത്തോട് വിട പറയുന്ന രീതി അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ട് ഓഫ് ഡൈയിങ്. അപ്പൊ എല്ലാ തരത്തിലും ഒന്നൊന്ന് ചിന്തിച്ചാൽ കാഷായ വേഷധാരികളായിട്ടുള്ള സന്യാസിമാർ പോലും അവർ സമാധി അനുഷ്ഠിക്കുന്നില്ല, സമാധിയിലേക്ക് എത്തുന്നില്ല, അവരും ചത്തുപോവുകയാണ്. ചത്തുപോകുന്ന അവരെ 2 ദിവസം കാത്ത് ഇരുന്നിട്ട് അവരെയും സമാധി ഇരുത്തുന്നു എന്നുള്ള പ്രയോഗം പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സമാധി ഇരുത്തേണ്ടതല്ല, സമാധി നേടേണ്ടതാണ്. സമാധി ഇരുത്തുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ചത്തതിന് ശേഷം കുഴിച്ചിടുന്ന, ശവം കുഴിച്ചിടുന്ന അതേ രീതിയിൽ കാട്ടിക്കൂട്ടുന്ന ഒന്നും തന്നെ സമാധിയല്ല. നമ്മുടെ ഇടയില് നിങ്ങൾ പഴനികളിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും 18 സിദ്ധന്മാര്, പലരും ജീവനോടുകൂടി ജീവസമാധി അനുഷ്ഠിച്ചിട്ടുള്ളവര് ശിഷ്യഗണങ്ങളെയെല്ലാം തന്നെ വിളിച്ച് ചുറ്റുപാടും നിർത്തിയിട്ട് 4 അടിക്ക് 4 അടി അല്ലെങ്കിൽ 6 അടി താഴ്ചയിൽ കുഴിച്ചിരിക്കുന്ന കുഴിയിലേക്ക് തന്നെത്താൻ ഇറങ്ങിയിരുന്നത് കൊണ്ട് ജീവനോടുകൂടി സമാധി അടയുന്ന, അതിലൂടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ജീവനോടുകൂടി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെ പഠിച്ച് പ്രായോഗിക തലത്തിൽ എല്ലാം തന്നെ കണ്ടും അറിഞ്ഞും അത്ര നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ഗഹനമായിരിക്കുന്ന ജീവിതത്തെ പഠിച്ച് അവസാന ആത്മഹത്യ എന്ന് പറയുന്ന വൃത്തികെട്ട രീതിയിലുള്ള ആ മരണമല്ലാതെ സ്വയം ശരീരത്തിൽ നിന്ന് ജീവനെ പുറത്തേക്കെടുക്കുന്ന വിദ്യ, ഞാൻ സ്വീകരിച്ച ശരീരമാണെങ്കിൽ എനിക്കതിനെ വിടാനും അതിനെ ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന സമാധി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആവോ? നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലൊരു കൂടോ വീടോ അത്തരത്തിൽ നവദ്വാരങ്ങളുള്ള ഒരു പുരമോ കണ്ടപ്പോൾ പിടച്ചു കയറിയവരാണ്. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഈ ശരീരത്തെ സ്വീകരിച്ചവരാണ്. മൃഗത്തിന്റെ ശരീരത്തിന് പകരം ഒരു മനുഷ്യന്റെ ശരീരം കണ്ട്, നവദ്വാരങ്ങളുള്ള ശരീരത്തെ കണ്ട് കൊതിവുണ്ട് അതിനകത്തേക്ക് അറിയാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ് ഉത്തരവാദി, നിങ്ങൾ ജനിച്ചതിന് അച്ഛനമ്മമാരല്ല. നമ്മൾ പറയും അച്ഛനമ്മമാരുടെ പ്രക്രിയ കൊണ്ട് പ്രത്യേക രീതിയിൽ സംയോഗം കൊണ്ട് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് പറയും. സംയോഗമില്ലാതെ ക്രിസ്തുദേവൻ ജനിച്ചില്ലേ? ഇത്തരത്തിലുള്ള സംയോഗമില്ലാതെ മുരുകന്റെ ആവിർഭാവമില്ലേ? ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ സംയോഗമില്ലാതെ അയ്യപ്പ സ്വാമിയുടെ ജനനം നമ്മൾ പറയുന്നില്ലേ? ഇങ്ങനെ ഒരു സംയോഗമില്ലാതെ വേദവ്യാസന്റെ സന്തതി എന്ന് പറയുന്ന ശുഗൻ അവതരിക്കുന്നില്ലേ? അപ്പോ ഇത്തരത്തിൽ ഭാര്യാഭർത്തൃബന്ധം സ്ത്രീപുരുഷ ബന്ധമെല്ലാം തന്നെ കാട്ടിക്കൂട്ടി അത്തരത്തിലൊരു കുട്ടിയെ ജനിപ്പിക്കുന്നതെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വീകരിച്ചു എന്ന് പറയുന്ന രീതിയാണ്. ഒന്നുകൂടി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ വളരെ ധൈര്യമായിട്ട് കരുതിയിരിക്കണം, ഇത് എന്റെ ശരീരമാണ്, ഞാൻ ശരീരമല്ല. ഇത് എന്റെ ശരീരമാണ്, ഞാൻ ശരീരമല്ല എന്ന് ഓതി തന്നത് ഗുരുദേവനാണ്. ആരോ അദ്വൈതാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഉച്ചൈസ്ഥലം ഘോഷിച്ചത് നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാകുന്നു നമുക്ക് ജാതിയില്ല എന്ന്. വർഷങ്ങൾ എത്രയായി? ഇപ്പോൾ ജാതിയുടെ കൂത്തരങ്ങായിട്ട് മാറുകയാണ് രാഷ്ട്രീയ അന്തരീക്ഷവും മത അന്തരീക്ഷവും ക്ഷേത്ര അന്തരീക്ഷവും. എല്ലായിടത്തും ജാതിയും മതവും അല്ലാതെ പറ്റി യാതൊന്നും കേൾക്കാനില്ല, കാണാനില്ല. പക്ഷെ ഇതിനെല്ലാം തന്നെ അറുതി വരുന്ന രീതിയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഞാൻ ശരീരമല്ല എന്ന വ്യക്തമായിട്ടുള്ള ധാരണ വരുമ്പോഴാണ്. ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ വരണമെങ്കിൽ ആ ശരീരത്തിലേക്ക് കയറിയ എന്നെ പറ്റി ഒരു ബോധ്യം വേണം. എന്നെ ഞാൻ ആ വിഷയത്തിൽ 5 മിനിറ്റ് പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. നിങ്ങൾ പേടിക്കേണ്ട, അധികമൊന്നും വലിച്ചു വരി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇന്നിപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ അവതാരം കഴിഞ്ഞ് അത്തരത്തിൽ പുതുവർഷത്തേക്ക് കാലൂന്നിയിരിക്കുന്ന സന്ദർഭത്തിൽ ആ ക്രിസ്തുദേവൻ തന്നെ പറയുന്ന 2-3 വാക്കുകളുണ്ട്. ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ പാത്ത്, ഐ ആം ദ ലൈറ്റ്, ഹി ഹു ഫോളോവത്ത് മീ വാക്കത്ത് നോട്ട് ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ബൈബിൾ വചനം. ഞാൻ സത്യമാണെന്നും പ്രകാശമാണെന്നും വഴിയാണെന്നും പറയുന്ന പോലെ ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനാണ് ഇതെല്ലാം എന്ന് പറയുന്ന പോലെ ദേവീഭാഗവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ തന്നെയാണിത് സനാതനമായിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞുറപ്പിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ഇവിടെ ജാതിയെല്ലാം തന്നെ കെട്ടുപോയി, മതമെല്ലാം തന്നെ പൊട്ടിപ്പോയി, മനുഷ്യൻ മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്ക് വരും. അതിന്റെ ആവശ്യകതയാണ് നിങ്ങൾ ഊന്നി പറയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രവും പള്ളിയും. മതിൽക്കെട്ടുകളെല്ലാം തന്നെ കെട്ടിക്കൊണ്ട് അവിടെ നായരെ ദഹിപ്പിക്കുന്നു, ഇവിടെ ക്രിസ്ത്യാനിയെ കുഴിച്ചിടുന്നു എന്നുള്ള മട്ടിലേക്ക് 2 തരത്തിൽ 2 വിഭാഗക്കാരായിട്ട് മാറി നിൽക്കുന്ന ഒന്നും ആധ്യാത്മികതയല്ല. അതെല്ലാം തന്നെ പേര് പിടിച്ച മതത്തിലൂടെ കടന്നു വന്ന് ദുഷിച്ച ചിന്താഗതികളാണ്. നമ്മൾ ജനിക്കുന്നത് ഒരിടത്ത് ആയിക്കൊള്ളട്ടെ, ആ ജനിച്ചിടത്ത് തന്നെ കടന്നുകൊണ്ട് മരിക്കരുത്. എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു ഈ സർവസ്വ ഈ സജീവനോറുകൾ. എനിക്കറിയാം, തത്തപ്പള്ളിയിൽ ഞാൻ മെമ്പറായിരിക്കുമ്പോഴെല്ലാം തന്നെ പരിചയമുള്ളവരാണ്. അപ്പൊ ഇത്തരത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് വിദേശത്തേക്ക് പോയി ജോലി കിട്ടാനും ജോലി കിട്ടിയിട്ട് ആ ദാരിദ്ര്യ ദുഃഖമെല്ലാം തന്നെ ശമിപ്പിക്കാനും എത്രമാത്രം പാടുപെട്ടു. ആ സമയത്തെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് അതിനെയെല്ലാം തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തെ പോലെ നമ്മളും ഈ ശരീരം എടുത്തവരാണെന്നുള്ള ബോധത്തിൽ ശരീരത്തെ ഉപയോഗിക്കുക. കേട്ടോ, ഈ ഒടുവിൽ പറഞ്ഞതാവും. ശരീരത്തെ എടുത്തവരാണ് എങ്കിൽ, ശരീരത്തെ സ്വീകരിച്ചവരാണെങ്കിൽ അതിന്റെ പ്രയോഗം തന്നെയുണ്ട് മലയാള ഭാഷയിൽ. ഉടൽ എടുത്തവര് കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ഉടൽ, ശരീരം, ഉടൽ എടുത്തവര്. നമ്മൾ എല്ലാവരും തന്നെ ഉടൽ എടുത്തവരാണ്. പട്ടിയുടെയും പൂച്ചയുടെയും ഉടൽ എടുക്കാതെ മനുഷ്യന്റെ ഉടൽ ഞാനെടുത്താണ്, നിങ്ങളെടുത്താണ്. അപ്പോ നമുക്കത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവസാനം ഉപേക്ഷിക്കാനുള്ള അധികാരവും ഉണ്ടോ എന്ന്. അപ്പൊ ശരീരത്തെ എന്തിനു നമ്മൾ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ശരീരം കൊണ്ട് മനുഷ്യശരീരം പ്രത്യേകിച്ച് മൃഗങ്ങളുടെ ശരീരം പോലെയല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു പ്രത്യേക അപ്പാരറ്റസ്. ഈ ഉപകരണത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതിന്റെ മാക്സിമം നമുക്ക് ഊറ്റിയെടുക്കാം. അത് ഭാഗവത്തിൽ കാണാം. പൃഥുവിന്റെ കഥയില് ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു ഭഗവത്ഗീത. നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രവും ക്ഷേത്രസങ്കല്പവും ഇതെല്ലാം തന്നെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതർ ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറയുന്ന ശരീരത്തിന്റെ പ്രാധാന്യം, ശ്രീകോവിൽ തലയാണെന്ന് പറയുമ്പോൾ നമ്മുടെ തലയുടെ പ്രാധാന്യം, ഈ ശരീരത്തെ തന്നെ ടെമ്പിൾ ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ എന്ന് ബൈബിളിൽ ക്രിസ്തു പറയുമ്പോൾ ഈ പള്ളിയെ നിങ്ങൾ നശിപ്പിക്കുക, അത് 3-ാമത്തെ പക്കം ഞാൻ ഉയർക്കും അല്ലെങ്കിൽ ഉയർപ്പിക്കും എന്ന് പറയുന്ന രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു പ്രത്യേക വേദിയാണ് ഈ ശരീരം. ആ ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ യോഗാവസ്ഥയിലേക്ക് കിടക്കുക. ശരീരത്തിലെ മസ്തിഷ്കമായാലും മനസ്സായാലും ശരീര അവയവങ്ങളായാലും അതിനെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ മരണം എങ്ങനെ വേണമെന്ന് നമുക്ക് നിശ്ചയിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനും വഴി കിടന്ന് ചാകുമ്പോ അല്ലെങ്കിൽ കിടക്കയിൽ കിടന്ന് ചാകുമ്പോ അനവധി ദിവസം കിടന്നിട്ട് മക്കളും മരുമക്കളും എല്ലാം തന്നെ പ്രായിക്കൊണ്ട് മരിക്കുമോ എന്നൊന്നും എനിക്ക് പറയാൻ വൃത്തിയില്ല. എങ്കിലും ഒരു കാര്യം പറയാം, എന്റെ ആഗ്രഹം, എന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആഗ്രഹം എന്താണ്? ഞാൻ മരിക്കേണ്ടത് ഞാൻ ആര് എന്ന് അറിഞ്ഞുകൊണ്ട് ശരീരത്തോട് ഉപേക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഞാൻ ആര് എന്ന് അറിഞ്ഞുകൊണ്ട്. ക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ പ്രകാശമാണ്, ഞാൻ മാർഗമാണ്, സത്യമാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷാത്കരിച്ചുകൊണ്ട് ഞാൻ ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശരീരമല്ല ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ശരീരത്തോട് ഇത്രയും നാള് എന്റെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നേടിയ നേട്ടങ്ങളെല്ലാം തന്നെ അയവിറക്കിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അയവിറക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം എടുത്തത് എന്നുള്ള ബോധത്തോടുകൂടി ആ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന അവസ്ഥയാണ് സമാധി. അതാണ് വാസ്തവത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ആർട്ട് ഓഫ് ഡൈയിങ്. ഇന്നിപ്പോൾ വാസ്തവത്തിൽ രണ്ട് പ്രഗത്ഭ വ്യക്തികൾ അവരെ ആദരിച്ചപ്പോഴും നമ്മൾ കാണുന്നത് ഇതാണ്. എന്റെ പ്രായം ഇല്ലെങ്കിൽ തന്നെ ചേരാലിൽ ശങ്കരൻകുട്ടിമാരാര് അദ്ദേഹവും വാസ്തവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 5-8 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട്. ഏതായാലും അങ്ങനെ വ്യത്യാസമുള്ള അദ്ദേഹം പോലും ഒടുവിൽ പറഞ്ഞതെന്ന്, ഇപ്പോൾ കൊട്ടിയെ പോയി പഞ്ചാരി പോലെ പാണ്ടിക്കൊട്ടി ഇവിടെ ഒന്ന് ആസ്വദിപ്പിക്കണമെന്ന്. അത് വാസ്തവത്തിൽ ശുഷ്കമായിട്ടുള്ള ഒരു ആഗ്രഹമല്ല. ചെണ്ടയുടെ താളം എന്ന് പറഞ്ഞാൽ പ്രചണ്ഡമായിട്ടുള്ള താളത്തിൽ ഈ പ്രകൃതിയുടെ സൃഷ്ടിസ്ഥിത്യാദി കാര്യങ്ങളെല്ലാം തന്നെ അന്തർഭവിച്ചിട്ടുണ്ട്. ചെണ്ടയായാലും മംഗളമായാലും ഇതര വാദ്യ ഉപകരണങ്ങളായാലും അതിലൂടെ കടന്നു വരുന്ന താളമെല്ലാം തന്നെ ആദിശിവൻ ആദി നടന്റെ സംഭാവനയാണ്.
ആദി നടൻ എന്ന് പറയുന്ന, ആദി യോഗി എന്ന് പറയുന്ന, താണ്ഡവമാണെന്ന് ശിവപെരുമാൾ നമ്മുടെ ഇരുവരുത്തപ്പൻ അദ്ദേഹമാണ് വാസ്തവത്തിൽ താളം ജനിപ്പിച്ചത്. എങ്കിലും താളം ഇന്ന് വന്ന ആദരിക്കപ്പെട്ട സർവശ്രീ ശങ്കരൻകുട്ടൻ ആരാര് അദ്ദേഹത്തിന് ഇനിയും വേറെ രീതിയിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയാൽ അതാണ് ആർട്ട് ഓഫ് ലിവിങ്. അതിലൂടെ കിട്ടുന്ന അന്ത്യനിമിഷം അതാണ് ആർട്ട് ഓഫ് ഡൈ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എന്റെ ചെറുപ്പകാലത്ത് അന്നമട എന്ന് പറയുന്ന സ്ഥലത്ത് അന്നമനടക്കാര് പീതാംബരമാരായാലും അങ്ങനെയുള്ള ജ്യേഷ്ഠാനുജന്മാര് അങ്ങനെയുള്ള ആ വ്യക്തികളാണ് വാസ്തവത്തിൽ പഞ്ചവാദ്യത്തിന് ജന്മം കൊടുത്തത്. പഞ്ചവാദ്യം ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ശ്രേഷ്ഠപതികളായിട്ടുള്ള ചില മാരാരി പ്രമുഖന്മാര് അവരെല്ലാവരും തന്നെ അവതരിപ്പിച്ച ആ പഞ്ചവാദ്യമാണ് മദ്ദളത്തോടുകൂടി ഒരു പ്രത്യേക താളവൃന്ദത്തോടുകൂടി അല്ലെങ്കിൽ ഇടയ്ക്കയും കൊട്ടിക്കൊണ്ട് വളരെ സുന്ദരമായിരിക്കുന്ന പഞ്ചവാദ്യത്തിന് ജന്മം കൊടുത്തത് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ കഴിവ് എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തെയും മനസ്സിനെയും താളാത്മകമാക്കാൻ വേണ്ടിയിട്ടാണ്. താളം എന്ന് പറയുന്ന തെറ്റിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്നത്തെ കുട്ടികൾക്ക് പറ്റിയിരിക്കുന്നതാണ് താളം തെറ്റിയതാരാട്ട്. അപ്പൊ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ കാട് കയറി പോകുന്ന രീതിയിൽ കുട്ടികൾ പോകാൻ കാരണം അച്ഛനമ്മമാരാണ്, കാരണവന്മാരാണ്, നമ്മളാണ്. അപ്പൊ എല്ലാ തരത്തിലും കുട്ടികളെല്ലാം തന്നെ നിയന്ത്രിതരായിട്ട് താളം തെറ്റാതെ അവതാളത്തിലേക്കാകാതെ ശരിക്കുള്ള ഭ്രമണവീതിയിലൂടെ നടക്കാനുള്ള യോഗ്യത അവർ സമ്പാദിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ഉപയോഗിക്കാം. ഉടലെടുത്തത് എന്തിനെ എന്നുള്ള അതിന്റെ പ്രയോജനം അതെന്താണ് എന്ന് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് ഭംഗിയായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ്, അത് കഴിഞ്ഞിട്ട് ആർട്ട് ഓഫ് ഡൈ. ഒന്നുകൂടി ഞാൻ കടന്നു പറയട്ടെ, എന്തായാലും പെട്ടെന്ന് നിർത്തിയേക്കാം. ഇവിടെ ശ്രീരാമചന്ദ്രൻ ഒടുവില് രാമായണം വായിക്കുന്നവരാണ്. നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറയുന്നത് കണ്ടില്ലേ? ദുഷ്ടൻ. സീതാദേവിയെ കൊണ്ട് കാട്ടിൽ കളഞ്ഞില്ലേ, ലക്ഷ്മണനെ കൊണ്ട് ഉപേക്ഷിച്ചില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശകാരിക്കുന്ന അദ്ദേഹത്തെ തന്നെ ശകാരിക്കുന്നതിന്റെ പ്രഭാഷണം ഞാൻ കേട്ടത് ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇലക്ഷനൊക്കെ നിന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് BJP പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നൊരു മഹൻ വ്യക്തിയുടെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞതാണ് വാസ്തവത്തിൽ മാ നിഷാദ എന്ന് പറഞ്ഞ കാട്ടാളനോട് ഏതൊരു മഹർഷി ശ്രേഷ്ഠനാണോ പറഞ്ഞത് നമ്മൾ പറയേണ്ടത് ഈ മാ നിഷാദ എന്നുള്ള പ്രയോഗം രാമനോടാണ്. കാട്ടാളനേക്കാൾ കവിഞ്ഞോളം ദുഷ്ടനായിരിക്കുന്ന വ്യക്തി ഗർഭിണിയായിരിക്കുന്ന ശ്രീരത്നത്തെ കാട്ടിക്കൊണ്ടുപോയി തള്ളാനായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞ് അത്തരത്തിൽ ചെയ്ത പ്രവൃത്തി അതാണ് യഥാർത്ഥത് മാ നിഷാദ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ അത് സത്യമായിട്ട് തോന്നുന്നു. ഏതായാലും ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ ശ്രദ്ധിക്കുമ്പോൾ ഭാര്യ എന്ന് പറയുന്ന പ്രകൃതിയെ ബന്ധങ്ങളെല്ലാം തന്നെ മുറിച്ചിങ്ങനെ പോകുന്ന രീതി ആധ്യാത്മികതയുടെ ഒരു വശമാണ്. എന്നിട്ട് ഏകാക്കിയായിട്ട് മറ്റുള്ളവരെല്ലാം തന്നെ കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. സരയൂ നദിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് രാമായണത്തിൽ. സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നു, അതിനെ നമ്മൾ ആത്മഹത്യ എന്ന് സാധാരണഗതിയിൽ പറയും. പക്ഷേ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് സമാധി അടയുന്ന രീതി ആർട്ട് ഓഫ് ഡൈ എന്ന് ആരും വെള്ളത്തിൽ ചെന്നിരിക്കല്ലേ. വെള്ളത്തിൽ ജനിച്ച മനുഷ്യനാണെന്ന് ഓർക്കണം. നമ്മൾ ജനിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെള്ളത്തിൽ കിടന്നാണ്. വെള്ളത്തിൽ കിടന്ന് ജനിച്ച് 270 ദിവസം കാലം വെള്ളത്തിൽ കിടന്നുകൊണ്ട് മരിക്കാതെ പുറത്തേക്ക് വന്ന് നമുക്കിപ്പോൾ വെള്ളത്തിൽ കിടക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ? ചത്തുപോകും. ജലം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ജനിപ്പിക്കുന്നത് ജകാരം, ലയിപ്പിക്കുന്ന ലകാരം, ജലം. അങ്ങനെ ലയിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ മരണത്തിന് കാരണമില്ല, ജലം തന്നെയാണ് ജനനത്തിന് കാരണം. ഈ ജലം തന്നെയാണ്. അതുകൊണ്ടാണ് മരണാനന്ത ക്രിയകളിൽ നമ്മൾ ജലം ഉപയോഗിക്കുന്നു. ഉദകക്രിയാദികൾ നടത്തുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഗതി കിട്ടാനും പറ്റും നമ്മൾ വെള്ളം കൊണ്ടാണ് തർപ്പണാദികൾ ചെയ്യുന്നത്. അമ്പലത്തിൽ പൂജ നടത്തുമ്പോൾ ശംഖ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയും ജലാന്തം പൂജ നടത്തുന്നു. ജലത്തിന്റെ പ്രാധാന്യം അതാണ്. കാരണജലം എന്ന് പറയും. ആ ജലത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടാണ് ഭഗവാൻ നാരായണന്റെ പേര് കിട്ടിയത്. നാരായണൻ മറ്റാരുമല്ല, നമ്മൾ തന്നെയുള്ള ബോധം വരുമ്പോൾ നമുക്ക് എങ്ങനെ മരിക്കാം എന്ന് നിശ്ചയിക്കാം. ഇന്ന് ഹിന്ദുക്കൾക്ക് പറ്റിയത് അവരുടെ ആധ്യാത്മികത എന്താണെന്ന് അവർക്കറിയില്ല. അവർ തെക്കോട്ടും വടക്കോട്ടും എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് നടന്നാൽ അതാണ് ആധ്യാത്മികത എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് സ്റ്റാലിനെ പോലുള്ളവരെല്ലാം തന്നെ സെമറ്റിക് മതം തുലയട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാർ അപ്പടിയാകട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ആമേൻ പറയുന്നത്. കാരണം എന്താ? അറിയില്ല. പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന നമ്മുടെ ആചാര്യന്മാരും അവർക്കറിയില്ല. നിങ്ങളോട് ചോദിക്കട്ടെ, ആലങ്ങാടി യോഗം എന്താണെന്ന് അറിയാവോ? ഒരു കാര്യം അറിയാം. ആലങ്ങാടി യോഗം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്രകാരമൊന്ന്, ഇവിടെ ഉള്ളവരൊന്ന്, 2 സെറ്റ് ദ്വൈതം രണ്ടായിട്ട് തമ്മിത്തല്ലുക, ഇതാണെന്ന് അറിയാം. ആലങ്ങാടി യോഗക്കാരും അമ്പലപ്പുഴ യോഗക്കാരും എന്താണ് ചെയ്തത്? ഈ പറയുന്ന അയ്യപ്പന്റെ കാലഘട്ടത്തിൽ ആർക്കറിയാം? അയ്യപ്പൻ എന്ന് പറയുന്നത് കൊച്ചുകുട്ടി 12 വയസ്സായപ്പോൾ കാട്ടിലേക്ക് ഓടിപ്പോയവനാണ്. കാട്ടിലേക്ക് ഓടിപ്പോയവനെ വാസ്തവത്തിൽ പിന്നെയും ചെന്ന് ശല്യം ചെയ്യുന്നവരാണ് നമ്മൾ.
ഏതായാലും കാട്ടിലേക്ക് ഓടിപ്പോകാൻ കാരണം എന്താ? ദുഷ്ടമനസ്ഥിതി വെച്ച് പുലർത്തുന്ന ആ രാജകുടുംബത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഓടിപ്പോകാൻ തോന്നിയത്. പുലിപ്പാല് വേണം പോലും, പെറ്റമ്മയല്ല. എല്ലാ തരത്തിലും പെറ്റമ്മയല്ലാത്ത ആ രാജകന്യക അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്ഞി ഈ പറയുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ഉദരരോഗം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുലിപ്പാല് വേണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരെ കൊല്ലാൻ വേണ്ടി ചെയ്ത പണിയല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിലാക്കാൻ ശേഷിയുള്ള ഈ 12 വയസ്സുകാരൻ ഓടിപ്പോയിട്ട് പിന്നെ വരാതിരിക്കാൻ പോയതാണ്. അദ്ദേഹത്തെ ചെന്ന് പിന്നെ ഈ ശല്യപ്പെടുത്താണ്. കരിയും വാരിത്തേച്ച് പേട്ട കെട്ടി തുള്ളുന്നു എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ടോ? ഓ, എന്നെ ചീത്ത പറയുന്നോ തോന്നുന്നുണ്ടോ? കരിവാരിത്തേച്ച്. അപ്പൊ എല്ലാ തരത്തിലും വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങനെ വേട്ട തുള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എരിവേലിയിൽ നിന്ന് ഇങ്ങനെ ഓടി ചെല്ലുക, എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് തമ്മിൽ തല്ലി തലകീറി ഭഗവാനെ പേടിപ്പിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നതൊന്നും പേട്ട തുള്ളലല്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടില്ല. അയ്യപ്പനെ വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ടല്ലേ പ്രവൃത്തി പോലും. അയ്യപ്പനാരാ? ചിലര് പറയും ആലപ്പുഴ മുഹമ്മ ഭാഗത്തുള്ള ഏതോ ഒരു ഈഴവ സ്ത്രീയുമായിട്ട് പ്രയോഗം ഉണ്ടായിരുന്നു. 12 വയസ്സുകാരൻ പണ്ടേ പോയി അങ്ങോട്ടേക്ക്. കഷ്ടം നോക്കണേ. അങ്ങനെ പ്രേമിക്കാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എരുമ എന്ന് പറയുന്ന മഹിഷി അതുമായിട്ട് പ്രേമബന്ധത്തിലായിട്ട് വിവാഹം കഴിക്കുമായിരുന്നില്ലേ? അതിനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. ആര് നോക്കുന്നു ഈ കഥ? ഇത് കാവേരി നദീതീരത്തും കാണുന്നത്. പമ്പാ നദീതീരത്ത് മാത്രമല്ല, കാവേരി നദീതീരത്ത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കഥ പറഞ്ഞിട്ടുള്ള ഒരു മണികണ്ഠനെ അവിടെ കാണുന്നുണ്ട്. ആ മണികണ്ഠൻ അവിടെ വളർന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇന്ദ്രസദസ്സിന് ഇന്ദ്രഭക്തിയെ ദ്രോഹിക്കുന്ന അജാമുഖി എന്ന് പറയുന്ന ശൂരപത്മാസുരന്റെ പെങ്ങൾ അതിനെ വിരൂപയാക്കുന്ന രംഗം അവിടെയുണ്ട്. രാമായണത്തിൽ ശൂർപ്പണഖയെ ലക്ഷ്മണനെ എപ്രകാരമാണ് വിരൂപയാക്കി, അതുപോലെ അജാമുഖിയെ വിരൂപയാക്കുന്ന ഒരു ശാസ്താവ്. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രമാത്രം. ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ വേണ്ട രീതിയിൽ ചിന്തിച്ചില്ല എങ്കിൽ ഇവിടെ അയ്യപ്പൻ പാട്ടും വിളക്കം നടത്തി ആരും തന്നെ നന്നായിട്ടില്ല. അനുഭവമുള്ളവർ ഇവിടെ കാണും. അയ്യപ്പൻ പാട്ടും വിളക്കം നടത്തിയിട്ട് നശിച്ചുപോയവരേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഈ ഗോഷ്ഠിയും കോലാഹലങ്ങളും കാട്ടിയിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയല്ലാതെ ഒരു നേട്ടവും ആർക്കും കിട്ടിയിട്ടില്ല. കാരണം എന്താ? വനവാസിയായിട്ടുള്ള ധർമ്മശാസ്താവ് ആജ്ഞാചക്രത്തിൽ ഇരുന്നു കൊണ്ട് ധർമ്മത്തെ ശാസിച്ച് ഉറപ്പിച്ച് അത് സ്ഥാപിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ ബന്ധമില്ലാതെ മോഹിനി വേഷം കെട്ടിയ വിഷ്ണുവിലൂടെ ശിവപെരുമാളിന്റെ രേതസ് അത് തന്നെ ഉരുത്തിരിഞ്ഞ് ഈ തരത്തിൽ ധർമ്മശാസ്താവായ രംഗം ഓർത്തു നോക്കുക. ഞാൻ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും ഈ പറയുന്ന ചേർത്തലയ്ക്ക് ഇപ്പുറമുള്ള അവിടെയും വളരെ കാര്യഗൗരവത്തോടുകൂടി പറഞ്ഞു, ആരും കേൾക്കാനില്ല. ബൈബിളിലൊരു കഥാപാത്രമുണ്ട്, സ്നാപകൻ എന്ന് പറയുന്ന യോഹന്നാൻ. എനിക്ക് പിന്നാലെ വരുന്നവൻ കേവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജ്ഞാനസ്നാനം ചെയ്യിക്കുന്ന സ്നാപകൻ. അദ്ദേഹം തന്നെ പറയുന്നത് ആ വാക്കുകളെല്ലാം തന്നെ ക്രൈ ഇൻ ദ വൈൽഡർനെസ് എന്നാണ്, വനരോധനം. നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ വേണ്ടാത്ത രീതിയിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂജ പഠിക്കുക, പൂജയെല്ലാം തന്നെ പഠിച്ചെല്ലാമായി എന്ന് പറഞ്ഞിട്ട് ശാന്തിക്കാരനായി മാറിയ പിറ്റേ വർഷം തന്ത്രിയാകുക. നമ്മുടെ തന്ത്രി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഏതായാലും തന്ത്രിയായ ശേഷം തോന്നിയാസം മുഴുവൻ കാണിക്കുക. നമ്മുടെ സമൂഹത്തെ എല്ലാം തന്നെ എല്ലാ തരത്തിലും നശിപ്പിക്കത്തക്ക രീതിയിൽ കണ്ടമാനം ചാർത്ത എഴുതിക്കൊണ്ട് ദ്രോഹിക്കുക. ഇതുണ്ടാവും, കുഴപ്പമില്ല. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന രീതിയിൽ എന്താണ് ഞാൻ കേൾക്കുക എന്ന് മനസ്സിലാക്കാതെ ശാന്തിക്കാർക്കൊരു ജോലിയുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദം കൊടുക്കുക മാത്രമല്ല, അവർ പിടിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം. നമ്മുടെ സംസ്കാരം എന്താണ്, പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്, അതിലൂടെ നിങ്ങൾ നേടേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ പറയുന്ന വഞ്ചി നിരന്നക്ക തന്നെ എന്ന് പറയുന്ന രീതിയിൽ പോകും. ശ്രദ്ധിക്കുക, നിങ്ങളെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കുക. അങ്ങനെ മാറിയിട്ട് നമ്മുടെ സംസ്കാരത്തിലേക്ക് അത്ഭുതമായിട്ടുള്ള ഒരു മാറ്റം വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി അതാണ് വാസ്തവത്തിൽ ശരിയായ സനാതന ധർമ്മം, സനാതന സംസ്കാരം. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്രം പുനർനിർമ്മിച്ചതും ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയതും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തിയതും ഇപ്പോൾ തിരുവാതിര എന്ന് പറയുന്ന ഉത്സവം നടത്തുന്നതും തിരുവാതിര എട്ടങ്ങാടി പൊഴുക്കം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് അണ്ടർലൈൻ ചെയ്യുക. എട്ടങ്ങാടിയൊക്കെ വന്നു കഴിഞ്ഞോ? ഞാൻ കൊടുക്കണ്ടായാലും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എട്ടങ്ങാടി ഒഴുകിക്കൊണ്ട് രാത്രി വെള്ളത്തിലെടുത്ത് ആടിക്കൊണ്ട് ആ തിമർത്തെ ഇങ്ങനെ തുള്ളിച്ചാടി അത്തരത്തിൽ കുളിക്കുന്നതും കളിക്കുന്നതൊന്നും അല്ല തിരുവാതിര. സാക്ഷാൽ പരമേശ്വരൻ, നമ്മുടെ ഇരവരുത്തപ്പൻ എന്ന് പറയുന്ന സാക്ഷാൽ ശിവപെരുമാൾ വിഷ്ണുവിനും ബ്രഹ്മാവിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവം പ്രകടിപ്പിച്ചു കൊടുത്ത സുദിനമാണ് ധനുമാസത്തിൽ തിരുവാതിര. ഞാൻ അഗ്നിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗുരുദേവന്റെ അഗ്നി മന്ത്രം, ഹോമമന്ത്രം ഒന്ന് ശ്രദ്ധിക്കുക. അഗ്നി എന്ന് പറയുമ്പോൾ ആരാണ്? ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങേണ്ടതാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ വിട്ടുപോയതാണോ എന്നറിയില്ല. ഏതായാലും വിളക്ക് കത്തിക്കുന്നത്, അഗ്നിയെ നമ്മൾ സാക്ഷി നിർത്തുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. വിവാഹമായാലും എന്തായാലും
വിട്ടുപോയതോ ധൃതിയില് കല്യാണത്തിന്റെ തിരക്കിൽ താലികെട്ടാൻ വിട്ടുപോയതായിട്ടാണ്. അപ്പൊ ഏതായാലും അത്തരത്തിൽ അഗ്നി എന്ന് പറയുന്ന ഗുരുദേവൻ പറയുന്നുണ്ടോ, അഗ്നേ തവയത്തേജസ്തബ്രാഹ്മം അധസ്ഥം പ്രത്യക്ഷം ബ്രഹ്മാസി തദീയ ഇന്ദ്രിയാണി മനോ ബുദ്ധിരിതി സപ്തജിഹ്വ ത്വയി വിഷയായി സവിധോ ജുഹോമി അഹം ഇത്യാജ്യം ജുഹോമി തം ന പ്രസീദ പ്രസീദ ശ്രേയസ്സ പ്രേയസ്സ പ്രേയസ്സ സ്വാഹ ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുദേവൻ ഇട്ടുതന്നിരിക്കുന്ന ഈ മന്ത്രത്തിലൂടെ, ഹോമമന്ത്രത്തിലൂടെ അഗ്നി എന്ന് പറയുന്ന ബ്രഹ്മം തന്നെ ഈശ്വരൻ തന്നെ എന്നിങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. വിളക്ക് കത്തിച്ചു വെച്ച് അത് ബ്രഹ്മം തന്നെ ഈശ്വരൻ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഒരു യുദ്ധവും അവന്റെ ദൈനംദിന ജീവിതം തുടങ്ങുന്നത്. രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നത് അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം നമ്മൾ നിർവഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് തന്നെ 2 അനുഭവങ്ങളുണ്ട്. ഈ ജയന്തന്റെ ഈ NSS പ്രസ്ഥാനത്തില് അന്നത്തെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ചപ്പോൾ വിളക്കുകൊളുത്തം മടിച്ചതും പിന്നാലെ വന്നപ്പോൾ വിളക്കുകൊളുത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്നോ? ആദ്യം വന്നപ്പോൾ വിളക്കുകൊളുത്താൻ മടിച്ചു, പിന്നാലെ വന്നപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ട് വിളക്കുകൊളുത്തുകയും ചെയ്തു. ഒരേ ഒരു വ്യക്തി ചെയ്ത 2 പ്രവൃത്തികൾ. ജീവിതത്തിൽ 80-84 കാലഘട്ടം മുതൽ നായർ സമുദായത്തെയും അല്ലെങ്കിൽ NSS പ്രസ്ഥാനത്തെയും പെരുവാരം പോലുള്ള ക്ഷേത്രത്തെയും അതുപോലുള്ള രാഷ്ട്രീയത്തെയും എല്ലാം കൊണ്ടുകിടന്ന വ്യക്തി എന്ന ഉള്ള രീതിയിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ അപകടമാണ് മുഴുവൻ. എല്ലാ അപകടം സൂക്ഷിച്ചു വേണം അടുത്തുകൂടാൻ, അല്ലെങ്കിൽ കാലുവാരും. ഇപ്പൊ നടക്കുന്ന അതാ. സ്വർണ്ണപ്പാളിയായാലും ചെമ്പുപാളിയായാലും എന്ത് പാളിയായാലും അവിടെയെല്ലാം തന്നെ അപകടം വന്നിരിക്കുന്ന സങ്കേതത്തിലേക്ക് എത്തി നോക്കാൻ പോലും പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശ്വരനോട് അടുത്ത് പ്രവർത്തിക്കുന്നവനെ സൂക്ഷിക്കുക. അപ്പൊ അച്ഛന്മാരായാലും പൂജാരിമാരായാലും പള്ളിയിലെ അച്ഛന്മാരെയും അല്ലെങ്കിൽ ശാന്തിമാരെയും ശ്രദ്ധിക്കുക. അവർ ഈശ്വരനോട് അടുത്തിരിക്കുന്നവരാണ്. അവർ കപടവേഷം കെട്ടിയിരിക്കുന്ന കപടയതി എന്ന് ഗുരുദേവൻ പറയും. അവരെ സൂക്ഷിക്കുക. അപ്പൊ എല്ലാ തരത്തിലും വേഷം കണ്ടുകൊണ്ട് നിങ്ങൾ ഭ്രമിക്കരുത്. എന്റെ വേഷം കണ്ടിട്ട് ഇവർ നല്ലവരാണെന്ന് കരുതരുത്. രാധേശ്യാം എന്ന് പറയുന്ന ഷോളം ഇട്ടിട്ടുണ്ടത് ഈ അടുത്തിട ഒരു വ്യക്തി തന്നതാണ്, കിടക്കട്ടെ എന്ന് കരുതി. രാധേശ്യാം വടക്കേന്ത്യക്കാർ ഇങ്ങനെ രാധേശ്യാം എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭക്തിയുടെ പാരമ്യമൊന്നും കേരളക്കാര് രാധേശ്യാം എന്ന് പറയുമ്പോഴില്ല. നമ്മളെല്ലാം കെട്ടിക്കാഴ്ചക്കാരാണ്. നമ്മളെല്ലാം തന്നെ മറ്റുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ ധരിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടുന്നവരാണ്, പ്രഹസനമാണ്. അതെല്ലാം മാറ്റിയിട്ട് ഭഗവാനെ വേണ്ട രീതിയിൽ ആരാധിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടും നമഃശിവായ മന്ത്രത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോവുക. എന്റെ ജീവിതകഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് നിവർത്തിയില്ല. എനിക്ക് തന്നെ വളരെ സങ്കടം തോന്നും. അല്ലെങ്കിൽ പല ഭാഗങ്ങളും പറയാൻ വളരാത്തത് അതുകൊണ്ടാവും. മാധവക്കുട്ടിയെ പോലെ എല്ലാം വിളിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ ഏതായാലും കുറെ യജ്ഞങ്ങൾ നടത്തി, കുറെ ഉത്സവങ്ങൾ നടത്തി, കുറെ സ്ഥലങ്ങളിൽ വന്നു. തിരുവല്ലൂര് 80-84 കാലഘട്ടത്തിൽ നിന്ന് വിശ്വചേട്ടനുള്ള സമയത്ത് ഞാൻ ഇവിടെ എല്ലാ വർഷവും ഈ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. 2016 32ാമത്തെ സത്രം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഭാഗഭാക്കായി. കഷ്ടം. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, എന്തൊക്കെയോ നേടിയാലും തന്നെ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. ഇതാണ് കഥ. അതിലൊരു തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ ക്ഷേത്രമായാലും ആ ക്ഷേത്രമായാലും അതെല്ലാം തന്നെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ സങ്കടം വരിക എന്നുള്ളതിന് മറ്റു യാതൊന്നുമില്ല. പേടിയില്ലാത്ത കുറെ കൂട്ടൻ വാഗ്ദാനങ്ങൾ കൊടുക്കും, ഒന്നും നടത്തുകയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇപ്പൊ കണ്ടില്ലേ. അവരുടെ കഷ്ടസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വേണ്ടി ഒരു നമഃശിവായ നിങ്ങൾ ജപിക്കണം. എത്ര ദിവസമായി ജയിലിൽ ഡിമാൻഡ് അവർ റിമാൻഡ് ചെയ്തേക്ക്. ഇപ്പോഴും ജാമ്യം കൊടുക്കാതെ എത്ര പ്രഗത്ഭന്മാരവരെല്ലാം. എനിക്ക് നേരിട്ട് വരെയുള്ള അനവധി പേരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ കട്ടപ്പാടിന്റെ ഗോത്രങ്ങായിട്ടുള്ള ജീവിതത്തിലേക്ക് പോയത് സ്വയംകൃത അനർത്ഥങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അനർത്ഥങ്ങളായിട്ട് വരാതിരിക്കാൻ സജീവൻ മാതൃകയാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്രമാത്രം പരോപകാരിയായിട്ടുള്ള വ്യക്തിയെ കാണാനില്ല, പേരെടുക്കാനില്ല. എനിക്കൊരു പേടി മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിലെ ജയനായാലും അപ്പുറത്തെ ഈ പറഞ്ഞ മുകുന്ദനായാലും ഇവരെല്ലാവരും ഇനി ഓടിച്ചെന്ന് അതാ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടായാലും പീഡിപ്പിക്കോ എന്ന് മാത്രമേ പേടിയുള്ളൂ. കേട്ടോ, ഞാനേ തുറന്നു പറയാണ്. എന്റെ നാടായപ്പോ പറയാമല്ലോ, ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ടോ പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും കിട്ടട്ടെ, പോരട്ടെ കുഴിച്ചേടെ കുഴിക്കുക എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ എനിക്ക് ഇത്രമാത്രം പരിചയമുണ്ടെങ്കിലും ഒരു കാര്യവും അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് 80 അല്ല 79, അതിനു മുമ്പ് 77 അറക്കൽ സേനയുടെ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം മുതലുള്ള പരിചയമാണ്. തത്തപ്പള്ളിക്കാരും മിക്കവാറും വനിതാ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. കോൺഗ്രസ്സുകാർ കുറച്ചുകൊണ്ട് കൂടെ വന്ന ആ വ്യക്തിയേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഇതെല്ലാം തന്നെ ഉപയോഗിക്കരുത്. മറ്റുള്ളവരെ എന്തിനാണ് അപ്പൊ ഉപദ്രവിക്കുന്നത്? അവർ ചെയ്യാൻ സന്മനസ്സുള്ളവർ ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് അവർ തരും. അത്തരത്തിൽ തരുന്നതെല്ലാം തന്നെ പിഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് പോകാതിരുന്നാൽ അവരുടെ അനുഗ്രഹം വീണ്ടും ഉണ്ടാവും. എപ്പോഴും സമീപിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒക്കെ കുഴപ്പമാവും. എല്ലാവരും കൂടി സമീപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ 2-3 സ്ഥലത്ത് ഇങ്ങനെ ആദരവ് കൊടുത്തു.
ഒന്ന് തത്തപ്പള്ളിയിൽ തന്നെ അവിടുത്തെ ഈ അയ്യപ്പ വിളക്ക പാട്ടവും ഒക്കെ നടക്കുന്ന വേദിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിച്ചു. പണ്ടേ അറിയാവുന്ന ആളാണെന്ന് ഞാൻ പറയാൻ പോയില്ല. അപ്പൊ എല്ലാ തരത്തിലും വളരെയേറെ നല്ല വ്യക്തിത്വങ്ങളെ ഇവിടെ ഇന്ന് കാണാൻ കഴിഞ്ഞ അവരെ ആദരിച്ചത് അങ്ങേയറ്റത്തെ നല്ലൊരു കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നമഃശിവായ മന്ത്രത്തിലൂടെ ഉരുത്തിരിയുന്ന ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ശിവപെരുമാൾ വിചാരിച്ചാലേ നല്ലൊരു അന്ത്യം മരണം ഉണ്ടാവൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആട്ടോ ലിവിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷേ മരിക്കുന്നത് അല്പം ഡൈ നമുക്ക് ആവശ്യമാണ്. അതിനെ കുഴിമാന്തി ഒഴിവാക്കുക. നല്ല വയറുണ്ടാകാൻ കുറച്ചു മുമ്പ് ഈ നമ്മുടെ മുകുന്ദനത്തില് ഈ പറയുന്ന രീതിയിൽ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയാണ്. ഞങ്ങളുടെയൊക്കെ ശരീരപ്രകൃതം വണ്ണവും വയറൊക്കെ ഉള്ളത് കണ്ണി കണ്ട് ചപ്പൻ ചോറൊക്കെ തിന്നിട്ട് വണ്ണം വയറുണ്ടായി പോവാ. അവിടെ ഈ പറയുന്ന രീതിയിൽ ആഹാരാദി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ആഫ്റ്റർ ലിവിങ് എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണം? പാലും പഴവും മാത്രമായ നല്ലതായി എങ്ങനെ ജീവിക്കുമോ? പക്ഷെ പാലും പഴവും എന്ന് പറയുന്ന യോഗിക് ഡയറ്റ് കഴിച്ചുകൊണ്ടൊരു വ്യക്തി മുന്നോട്ട് പോകുന്ന പക്ഷം അയാൾക്ക് സുസ്ഥിരമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും കിട്ടിയിട്ട് സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നിട്ട് ആട്ടോ ഡൈയിങ് എന്ന് പറയുന്ന എത്തരത്തിലെ ജീവിതത്തെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ലോകോപകാരത്തിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ശരീരത്തെ ഉപകരിച്ച് ഉപയോഗിച്ചും എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള നിശ്ചയം എടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥ, എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ, യാത്ര എങ്ങനെ വേണമെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥ, വഴി തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥ, വഴി തെറ്റിപ്പോകുന്നൊരവസ്ഥ. ഇതിനെല്ലാത്തിനും കാരണം ആഹാരാധികാരങ്ങളാണ്, പാനീയാധികാരങ്ങളാണ്. കുട്ടികളെ ഭ്രമിപ്പിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്ന ജനസം കഞ്ചാവും അത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുതിർന്നവരും വാസ്തവത്തിലായ പങ്കാളികളാണ്. അവരെ കണ്ടിട്ട് പഠിച്ചാണ് ഈ പറയുന്ന കുട്ടികളുടെ ഈ പ്രവൃത്തി. അവർക്ക് താങ്ങും തണ്ണുമായിട്ട് നിൽക്കുന്ന കാരണവന്മാര് നിയന്ത്രിക്കാനായിട്ട് ഇന്നിപ്പോൾ ശേഷിയുള്ളവരല്ല. കാരണം എന്താ? പണ്ട് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ കൊണ്ടുചെന്ന് അമ്മ ആവശ്യപ്പെട്ടു, അല്ലയോ സ്വാമികളെ, ഈ കുട്ടി നിത്യവും ഇങ്ങനെ ശർക്കര തിന്നുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ശ്രീരാമകൃഷ്ണൻ ഈ പറയുന്ന ദോഷമുണ്ടായിരുന്നോ? നിത്യത്തിന് ശർക്കര കഴിക്കും. ഞാനും പ്രസംഗിക്കുമ്പോൾ ഞാനും നല്ലവനാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ കഥയൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും വരുമ്പോഴും ഞാൻ വിഴുങ്ങണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ഇതെല്ലാവരുടെയും കഥയാണ്, എന്റെ മാത്രമല്ല. അപ്പൊ എന്റെ കഥ ചിന്തയും എല്ലാവരുടെയും കഥ അവിടെയെല്ലാം തന്നെ നെട്ടിപ്പും ഗുരുമാരും എല്ലാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് വക്കീലെന്ന നാളെ 50ാമത്തെ വർഷം അടുത്ത നവംബറിൽ വരുമ്പോൾ 50 കൊല്ലം പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ 50 കൊല്ലക്കാലം കൊണ്ട് ഞാൻ എന്താ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എനിക്കറിയാം, ഈശ്വരനും അറിയാം. കക്ഷികൾക്കറിയില്ല. കക്ഷികളെല്ലാവരും വക്കീലും എന്റെ വക്കീലും ആളെ വെടുക്കനാണ്, കേസ് ജയിച്ചു, അത് ചെയ്തു. ഇതൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ എന്താണ് വാസ്തവത്തിൽ കാട്ടിക്കൂട്ടിയതെന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ വാസ്തവത്തിൽ എല്ലാം എഴുതാൻ പോയാൽ കുഴപ്പം. അവിടെയാണ് സത്യം. അല്ലെങ്കിൽ എഴുതുന്ന രീതി മഹാത്മാഗാന്ധിയാണെങ്കിൽ വേണമെങ്കിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറഞ്ഞ് എഴുതിയ പോലെ എഴുതാം, അല്ലെങ്കിൽ മാധവക്കുട്ടിയെ പോലുള്ളവർ വേണം. അപ്പൊ എല്ലാ തരത്തിലും നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. നമ്മുടെ ജീവിതം അകപ്പെടുന്ന പല പല പ്രശ്നങ്ങളിലേക്കായിരിക്കും. അവിടെയെല്ലാം തന്നെ തപ്പിത്തടഞ്ഞ് നമ്മുടെ ജീവനെ രക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവരെ കൂടി കൈപിടിച്ചുകൊണ്ട് അവരെയും കൂടി രക്ഷിക്കുന്ന രീതിയിൽ പരോപകാരാർത്ഥമിത ശരീരം എന്ന് സജീവനെ പോലുള്ളവർ പഠിപ്പിക്കുകയും താളാത്മകമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് എപ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ശങ്കരൻകുട്ടി മഹാരാജ് കാണിക്കുന്നതും അദ്ദേഹത്തെ ഇങ്ങനെ ആദരിക്കുമ്പോഴും ഞാൻ ദുഃഖിതനാണ്. കാരണം എന്റെ പ്രായക്കാരൻ എന്റെ നാട്ടിൽ ഒരു ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു കലാകാരൻ ഉണ്ടായത് ചെന്നൈയിൽ വിദഗ്ധനാണ്. ഈ ശങ്കരൻകുട്ടി മഹാരാജൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമോ എന്ന് സംശയം. കാവിൽ വിജയൻ വെള്ളം കുടിച്ചു മരിച്ചു. എങ്ങനെ വെള്ളം കുടിച്ചു മരിക്കുക? അങ്ങനത്തെ വെള്ളമാണ് കഴിച്ചിരുന്ന് കഴിയുന്നതും ബോധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ. പക്ഷെ നല്ല വെള്ളം. ഈ മേളമെല്ലാം തന്നെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ അകത്ത് കിടന്ന മേളം, ആ മേളമാണ് അദ്ദേഹത്തെ നശിപ്പിച്ചത്. അത് വാസ്തവത്തിൽ മേളം മസാല പോലെ. അതും നിങ്ങൾ ശ്രദ്ധിക്കാൻ അധികമൊന്നും വേണ്ട. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന രീതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജീവിതം നയിച്ച അനവധി വ്യക്തികൾ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ, എനിക്ക് വേണ്ടപ്പെട്ടവൻ, പെരുവാലത്ത് സംബന്ധിയായിരുന്ന ചേന്നമംഗലം ഉണ്ണികൃഷ്ണമാര അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതും വെള്ളത്തിൽ മരിച്ചു. നോക്കൂ. അപ്പൊ ആഫ്റ്റർ ലിവിംഗ് എന്ന് പറയുന്ന എത്തരത്തിലായിരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് മരണവേള അവസാന സന്ദർഭം എങ്ങനെയാണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശമുള്ള നമ്മൾ, ഉടലെടുത്ത നമ്മൾ, ശരീരം എടുത്തവർ നമ്മൾ, അത്തരത്തിൽ ശരീരം എടുത്തിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കാൻ അധികാരമുള്ള നമ്മൾ, ശാസ്താവിനെ പോലെ ശാസിക്കാൻ അധികാരമുള്ള നമ്മൾ എല്ലാവരും തന്നെ അത്തരത്തിലാകണമെന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാറുള്ളൂ. മറ്റൊരു രീതിയിലുള്ള മതപ്രഭാഷണം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മതപ്രഭാഷണങ്ങളെല്ലാം തന്നെ തട്ടിപ്പാണ്. മതപ്രഭാഷണങ്ങൾ നടത്തുന്ന പഠിച്ചു പറയുന്നതാണ്, അല്ലാതെ അത് ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നതല്ല.
ഗീതയിൽ എങ്ങനെ പറഞ്ഞു, കൃഷ്ണൻ എങ്ങനെ പറഞ്ഞു, ബോധൻ എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയുന്നതല്ലാതെ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ക്രിസ്തു പറഞ്ഞാൽ എന്താ? ഞാൻ പ്രകാശമാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ പ്രകാശമാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്തേ? മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബൈബിളിൽ എങ്ങനെ പറഞ്ഞു, ഖുർആനിൽ എങ്ങനെ പറഞ്ഞു? ഇങ്ങനെ പറയുന്ന രീതിയല്ലാതെ വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയും വളർന്നു വലുതായിട്ട് ഉള്ളിത്തട്ടി ഉണരുന്ന ഒരു ആധ്യാത്മികതയില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ ഉള്ളിത്തട്ടി ഉണരുന്ന ഒരു ആധ്യാത്മികത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ശിവപെരുമാൾ അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഇത്തിരി ജപിച്ചിട്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ നമ, ഓം നമ ശിവായ, ശിവായൈ നമ, ഓം നമ ശിവായ, ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.